ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡിട്ട് ആർടെമിസ് 2 ദൗത്യ സംഘം 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിന്റെ റെക്കോർഡ് ആർടെമിസ് 2 ദൗത്യ സംഘം മറികടന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടി ചേർന്നുണ്ട്. പ്രജിനിത, ഒരു ചരിത്ര നിമിഷത്തിലാണ് ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീനതി, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഭൂമിയിൽ നിന്നും മനുഷ്യർ ഏറ്റവും അകലേക്ക് എത്തുന്ന നിമിഷമായി ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞ 11:26 മാറിയിരിക്കുകയാണ്. ഇനി ചരിത്രത്തിൽ അത് ആ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടും. ഇതിനോടൊപ്പം തന്നെ ആ ചരിത്രം പിറന്നു കഴിഞ്ഞു. 1970 അപ്പോളോ 13 സംഘം ഉയർത്തിയ 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി അത് മറികടന്നിരിക്കുന്നു. ഒറൈൻ എന്ന ഈ പേടകം, ആർടെമിസ് 2 ദൗത്യത്തിലെ ആ പേടകത്തിന്റെ പേര് ഒറൈൻ എന്നാണ്. ആ ഒറൈൻ സഞ്ചരിക്കുന്ന 4 പേർ, ഒന്ന് മിഷൻ കമാൻഡർ റീഡ് വൈറ്റ്മാൻ, മറ്റൊന്ന് മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മറ്റൊന്ന് മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്, മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടെ ആയ ജെറമി ഹാൻസൺ. ഇവർ 4 പേരാണ് അതിലെ യാത്രികർ. അവർക്കുള്ള പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ഖ്യാതി ഇനി ഈ ആർടെമിസ് 2 ദൗത്യ സംഘത്തിനായിരിക്കും. ഇപ്പോൾ സംഭവിച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഇനി വരും മണിക്കൂറുകളിലും മിനിറ്റുകളിലും പുതിയ നാഴികക്കല്ലുകൾ പിറക്കാൻ പോവുകയാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് യാത്ര ചെയ്യുക മാത്രമല്ല, ചന്ദ്രന് ഏറ്റവും അടുത്തേക്ക് ഈ പേടകത്തെ എത്തിക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ദൗത്യ സംഘം കടന്നിരിക്കുകയാണ്. 12-15 ആകുമ്പോഴത്തേക്കും ഈ പേടകം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് പോവുകയും ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് കടന്ന് പോവുകയും ചെയ്യും. ചന്ദ്രനെ മറികടന്ന് മറുഭാഗത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണാൻ ചന്ദ്രന് ഒരു മുഖമുണ്ട്. ആ മുഖത്തിന് അപ്പുറത്ത് മറുപുറം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഭാഗത്തേക്ക് നേരിട്ട് മനുഷ്യർ എത്താൻ പോവുകയാണ്. അവിടെ അത് നേരിൽ കാണാൻ പോവുകയാണ്. അങ്ങനെ ചന്ദ്രനെ ചുറ്റി വലം വെച്ചാണ് പിന്നീട് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഈ ഒറൈൻ പേടകം നടത്തുകയും ചെയ്യുക. ഏതാണ്ട് 6,400 കിലോമീറ്റർ മാത്രം അകലെ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 6,400 കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും പേടകത്തിന്റെ സ്ഥാനം അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും അടുത്ത് നിന്നും ചന്ദ്രന്റെ ഉപരിതലം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചന്ദ്രന്റെ ഗർത്തങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യം വരുത്തുവാൻ വേണ്ടി കഴിയും. ഒപ്പം തന്നെ പ്രപഞ്ചോൽപത്തി, ഒപ്പം ചന്ദ്രന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ചില പഠനങ്ങൾ, അതിന് ഉപകരിക്കുന്ന ചില വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെല്ലാം കൂടുതൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവർ പകർത്തുന്ന ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇതിനോടൊപ്പം തന്നെ ഭൂമിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇവർ പകർത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചന്ദ്രന്റെ നമ്മൾ ആരും കാണാത്ത ആ മറുഭാഗത്തിന്റെ ചിത്രം ഇവർ പകർത്തി അവരുടെ കയ്യിലുള്ള ഏറ്റവും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് പകർത്തി അത് ഭൂമിയിലേക്ക് അയച്ചു തരും. അതിനായുള്ള കാത്തിരിപ്പിലൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇനി മടക്കയാത്രയിലുമുണ്ട് പ്രത്യേകതകൾ. തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് മടങ്ങെത്തുന്ന സംഘം എന്ന ഖ്യാതി കൂടി ആർടെമിസ് 2 ദൗത്യ സംഘത്തിനായി കാത്തിരിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഇവരാരും ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇവർ പോകുന്നത്? 1960-കളിലും 80-കളിലും ഒക്കെയായി എത്രയോ പേർ അവിടെ യാത്ര ചെയ്ത് ഇറങ്ങിയിരിക്കുന്നു ചന്ദ്രനിൽ, പിന്നെ എന്താണ് ഇവർ ഇറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനായി ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അരനൂറ്റാണ്ടിന് ശേഷം, 54 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മനുഷ്യർ ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അവിടേക്ക് പോകുവാൻ ടെക്നോളജികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മുൻപുണ്ടായ ടെക്നോളജികളല്ല, അതൊക്കെ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ജീവിച്ചിൽ പോലുമില്ല. അപ്പൊ പുതിയ ടെക്നോളജികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. അതോടൊപ്പം ഈ പേടകം, ഒറൈൻ പേടകത്തിന്റെ കാര്യക്ഷമത, ഇത്രമാത്രം അകലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുമോ, അതിനകത്ത് ലൈഫ് പ്രൊട്ടക്ടിംഗ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ആ പേടകത്തിനകത്തുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ് കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് മടങ്ങിയെത്തി തിരികെ ഭൂമിയിൽ വിജയകരമായി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലാഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ആർടെമിസ് 3 ദൗത്യം വരാൻ പോകുന്നു. അതിന് പിന്നാലെ ആർടെമിസ് 4 ദൗത്യം വരാൻ പോകുന്നു. 2030 ആർടെമിസ് 4 ദൗത്യം സംഭവിക്കുകയും ആ ദൗത്യത്തിലായിരിക്കും മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്യുക. ഇത് നേരത്തെ നാസ പ്രഖ്യാപിച്ച ദൗത്യമാണ്. 2040 ചൊവ്വയിൽ മനുഷ്യർ പോവുകയും അവിടെ മനുഷ്യ കോളനികൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ഒരു സുപ്രധാനമായ ലക്ഷ്യം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2030 ആർടെമിസ് 4 ദൗത്യം നടക്കുക. അതിലായിരിക്കും മനുഷ്യർ അവിടെ ഇറങ്ങാൻ പോവുക. ഇനി തിരികെ വീണ്ടും നമ്മുടെ ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള മണിക്കൂറുകളെല്ലാം ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർക്കുമുള്ള മണിക്കൂറുകളാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു.
12-15 മുതൽ തുടങ്ങി പുലർച്ചെ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ അത്രയും മണിക്കൂറുകളിൽ കൃത്യമായി ചാന്ദ്രഗവേഷണം നടത്താൻ, ലൂണാർ ഒബ്സർവേഷൻ നടത്താൻ ഇവർ 4 പേർ ആയിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തത്സമയം നാസ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പല ലിങ്കുകൾ ഉപയോഗിച്ചു. മൊത്തം 24 പ്രേക്ഷകർക്ക് കൃത്യമായി ഈ വിവരങ്ങൾ ലഭ്യമാകും. ശ്രീ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യനെന്ന റെക്കോർഡിട്ട് ആർടെമിസ് 2 ദൗത്യ സംഘം ഇന്നിതാ ഈ രാത്രി അവസാനിക്കുമ്പോൾ ഒരു ചരിത്ര നിമിഷത്തിനാണ് ലോകം സാക്ഷിയായിരിക്കുന്നത്. വരും മണിക്കൂറുകൾ എന്തായാലും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ്. പ്രജിൻ സി കണ്ണനാണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.